ഇത് കൽബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ലുല്ലുവിനെ കുറിച്ച് പറയാം. ഈ ലുല്ലു ഈ അട്രിയത്തിൽ ഇത്രയും പേരെ നമ്മളിങ്ങനെ കാണുമ്പോൾ എൻ്റെ ആദ്യ സിനിമ മങ്കിപ്പൻ ആണ് ലുല്ലുവിൽ ഇങ്ങനെ നടക്കുന്ന ഫംഗ്ഷൻ, ആദ്യത്തെ ഫംഗ്ഷൻ. ഞാനിപ്പം ഇതിൻ്റെ എൻ്റെ സ്വരാജനോട് പറയായിരുന്നു. അപ്പോൾ വീണ്ടും 20ാമത്തെ സിനിമയുമായിട്ട് ലുല്ലുവിൽ അതിൻ്റെ ട്രെയിലർ ലോഞ്ചിന് വരുമ്പോൾ പെട്ടെന്ന് ഞാൻ 20 സിനിമകൾക്കപ്പുറം ഒന്ന് ചിന്തിച്ചു പോയി. ഇപ്പം 20 പടങ്ങളിലൂടെ 16ഓളം പുതിയ ഡയറക്ടേഴ്സിനെയും 150ഓളം പുതിയ ആക്ടേഴ്സിനെയും 6-7ഓളം മ്യൂസിക് ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ക്യാമറാമെൻ, അങ്ങനെ ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ഫ്രൈഡേ ഫിലിം ഹൗസിന് ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് അവരുടെ മേഖലകളിൽ താരങ്ങളാണ്. ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ക്യാമറാമാൻ ആണെങ്കിലും. അപ്പോൾ അങ്കമാലി ഡയറക്ഷനെ കുറിച്ച് രേണു പറയുണ്ടായി. അങ്കമാലി ഡയറക്ഷനിലാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയാണ്. അതിലൂടെയാണ് 110ഓളം ആക്ടേഴ്സിനെ ഒരുമിച്ച്, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ആയിരിക്കാം, ഒരേ റീജിയനിലല്ല അല്ലെങ്കിൽ അങ്കമാലി എന്ന സ്ഥലത്തു നിന്ന് വരുന്ന ഒരു പറ്റം യങ്സ്റ്റേഴ്സിനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്. എന്നും പുതിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടോ അങ്ങനെ ഒരു പേര് ഫ്രൈഡേ ഫിലിം ഹൗസ് വന്നിട്ടുണ്ട്, പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സമീപിക്കുന്നതും കഥയുമായിട്ട് വരുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് നമ്മൾ സമീപിക്കാറുണ്ട്. അപ്പം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിനിമയാണ് കൽബ്. രേണു നേരത്തെ പറഞ്ഞ പോലെ 30ൽ പരം റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സുപരിചിതരായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കൽബ് വരുന്നത്. സാജിദാണ് എൻ്റെ ഡയറക്ഷൻ. സാജിദിൻ്റെ 3ാമത്തെ സിനിമയാണ്. മോഹൻലാൽ എന്ന മഞ്ജു വാര്യർ സെൻട്രൽ ക്യാരക്ടർ അഭിനയിച്ച സിനിമയ്ക്ക് ശേഷം പാലോട്ടി എന്നൊരു സിനിമ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ടായി, എന്നാലും അത് റിലീസ് ചെയ്തിട്ടില്ല. ഇത് 3ാമത്തെ ചിത്രമാണ്. ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഒരു പ്രണയത്തിൻ്റെ 7 തലങ്ങളിലൂടെ, അല്ലെങ്കിൽ 7 തലങ്ങളാണ് പ്രണയത്തിലുണ്ടെന്നാണ് പറയുന്നത്. ആ 7 തലങ്ങളിലൂടെ ഉള്ളൊരു യാത്രയാണ് കൽബ്. ഇതിൽ രഞ്ജിത്ത്, സജീവ്, മൈക്ക് എന്ന സിനിമയിലൂടെ അഭിനയിച്ച റിലേറ്റീവ്ലി ന്യൂകമറായ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള രഞ്ജിത്താണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. നേഹ എന്ന പുതുമുഖമാണ്. നേഹനെ നിങ്ങൾ ഓൾറെഡി ഇവിടെ കാണും. നേഹയാണ് നായികയായിട്ട് അഭിനയം. പിന്നെ കൂടാതെ ഒരുപറ്റം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സുപരിചിതമായ മുഖങ്ങൾ, അവരെല്ലാം ഇവിടെ നിങ്ങൾ കുറച്ച് നേരത്തിനുള്ളിൽ കാണാം. അവരാണ് ഇതിൽ അതർ സെൻട്രൽ ക്യാരക്ടേഴ്സ്. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും ഏവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ എവർഗ്രീൻ സിദ്ദിഖ ആണ് ഇതിലെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. ലെനയോടൊപ്പം 3 പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് ന്യൂ ടെക്നീഷ്യൻസിനെ ഈ സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഐ വിൽ കോൾ അപ്പോൺ സാജിദ് ടു talk more about the film. Please give Sajid a big clap, the director of the film. കൽബിനെ കുറിച്ച് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണുന്നതിൽ. സ്വരാജ് ഭായോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി. കാര്യം ഇങ്ങനൊരു പുതിയ സിനിമയ്ക്ക് ഒരുപാട് പുതിയ ആളുകളുമായിട്ടുള്ള ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ്, ഇങ്ങനെ ഒരു സപ്പോർട്ട് തന്നതിന്. കൽബ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. എൻ്റെ നാട്, എൻ്റെ ആലപ്പുഴയാണ് എൻ്റെ നാട്. അപ്പോൾ ആലപ്പുഴയിലെ ഞാൻ കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ വെച്ചുണ്ടാക്കിയൊരു കഥയാണ്. ഞാനും സുഹൈൽ കോയ എന്ന ഇതിന് ഈ പടം എഴുതിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയൊരു സിനിമയാണ് കൽബ്. 10-20 പാട്ടുകളും. ഇപ്പം വിജുഭായ് നേരത്തെ പറഞ്ഞതുപോലെ 7 സ്റ്റേജസ് ഓഫ് ലവ് ആണ്. ഒരു ഹൃദയം പ്രണയത്തിലാണെങ്കിൽ അത് 7 സ്റ്റേജിൽ കടന്നു പോകുന്നതാണ് സൂഫി ഫിലോസഫിയിലൊക്കെ പറയുന്നത്. ആ അഡാപ്ഷൻ ആലപ്പുഴയിലെ കുറേ നമ്മൾ കണ്ടിട്ടുള്ള കുറേ ജീവിതങ്ങളിൽ അപ്ലൈ ചെയ്തുണ്ടാക്കിയൊരു സിനിമയാണ് കൽബ്. ഒരുപാട് പാട്ടുകളും കുറച്ച് ഫൈറ്റും ഒക്കെയുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കൊമേഴ്ഷ്യൽ എല്ലാ ചെരുവുള്ള സിനിമയായിരിക്കും. എന്തായാലും ജനുവരിയിലാണ് പടം, ജനുവരി 12th പടം റിലീസ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇവിടെ ഈ പ്രണയിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. പ്രണയിച്ചിട്ടുള്ളവർ ഇത്ര പേര് ഒന്ന് ശബ്ദം ഉണ്ടാക്കി കൈവയ്ക്കുക. പ്രണയിച്ചിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടിക്കറ്റൊക്കെ കൊടുക്കാം അല്ലേ? കുറച്ച് 12ാം തീയതി ഞങ്ങളുടെ സിനിമ റിലീസാവുകയാണ്. അപ്പോൾ 10ാം തീയതി ഒരു പ്രീമിയർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രണയിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് രേണുവിനോട് പറഞ്ഞാൽ രേണു എന്തോ കുറേ ടിക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ടില്ലേ? ശരി. പ്രണയിച്ചിട്ടുണ്ടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തായാലും ആവാം. ഇനി നമ്മൾ സിനിമയുടെ ആദ്യത്തെ പാട്ടിലേക്ക് കടക്കുകയാണ്. നിന്നെ കണ്ട് സജീവ്, നേഹ, നസ്ലിൻ രണ്ടുപേരും സ്റ്റേജിലേക്ക് വരണം.
അതുപോലെ ഡാൻസ് ചെയ്യും, പാട്ട് പാടും, ഫൈറ്റ് സീക്വൻസ് അടിപൊളിയാണ്. എന്നിട്ട് മൊത്തം ഈ പാട്ട് പാടില്ല എന്ന് പറയാം, ഞാനെങ്ങാനും പാടാൻ പറഞ്ഞാൽ പോട്ടെ ഇരിക്കട്ടെ, ഞാൻ പറയുന്നില്ല. ഇനി നേഹയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഒരുപാട് പേർക്കും അറിയാം, ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മുഖമാണ്. ആൻഡ് ഷീ സിംഗ്സ് റിയലി വെൽ. പാട്ടും പാടും ഡാൻസും ചെയ്യുമല്ലേ, കുറച്ചോ അങ്ങനെ വിനീതരായിട്ട് പറയണ്ട. ആദ്യം തന്നെ രഞ്ജിത്തിനൊരു മാറ്റം ഉണ്ടല്ലോ, നമ്മൾ സ്ക്രീനിൽ കണ്ടതിനേക്കാളും മുടിക്കും ആകെപ്പാടൊരു വ്യത്യാസം. ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് മുടി വെട്ടേണ്ടി വന്നു, പിന്നെ താടിയും കുറച്ചൊന്ന് പോയി, അതിൻ്റെ ആയിരിക്കും ചിലപ്പം. ബട്ട് എല്ലാവരും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങളോടൊപ്പം നമ്മുടെ പടത്തിൻ്റെ ലോഞ്ചിന് ഭാഗമായതുകൊണ്ട് താങ്ക് യു സോ മച്ച് എവറിബഡി. പറഞ്ഞ പോലെ തന്നെ ഖൽബ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ഒരു പടമായിരിക്കും. ഒരുപാട് കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള സ്റ്റോറി അവതരിപ്പിക്കുന്ന ഖൽബ്. സോ നിങ്ങളെല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എവറിബഡി. താങ്ക് യു. അത്ര പെട്ടെന്ന് താങ്ക് യു പറഞ്ഞു പോയല്ലേ. ഖൽബ് പോലൊരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രണയത്തിൻ്റെ 7 സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് യുവർ ലവ് സ്റ്റോറി? യു സിംഗിൾ, റെഡി ടു മിംഗിൾ, എന്തെങ്കിലും പ്രണയത്തിൻ്റെ ഏതെങ്കിലും സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. I mean, obviously, നമ്മളെല്ലാവരും പ്രണയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. We all have our own stories. We all have, our own experiences with love. So, I mean, എന്തുവായിരുന്നു question? First love. അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. തേപ്പ് കിട്ടിയതാ ആക്ച്വലി. ബട്ട് ലൈക്ക് ഐ സെഡ്, ദാറ്റ്സ് ഹൗ യു ലേൺ. നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് വി ഗെറ്റ് ബെറ്റർ അറ്റ് ലവിങ് പീപ്പിൾ, വി ഗെറ്റ് ബെറ്റർ അറ്റ് ലവിങ് അവർ സെൽവ്സ്. ആൻഡ് സോ പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ പടം ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ ഓഫ് യു വിൽ ബി ഏബിൾ ടു റിലേറ്റ് വിത്ത് ഇറ്റ്, അതെനിക്ക് അഷ്യൂർ ചെയ്യാം. അല്ല, അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. 7 സ്റ്റേജസിൽ കൂടെ കടന്നു പോയാലാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അത് പ്രതിഫലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ഉത്തരം കിട്ടി. നേഹ, അടുത്ത എൻ്റെ ഇര നേഹയാണ്. ഓക്കെ നേഹ, പറയൂ. സിംഗിൾ, റെഡി ടു മിംഗിൾ, തേപ്പ് കിട്ടി, തേപ്പ് കൊടുത്തു, ഏതവസ്ഥയിലാണ്? ഈ 7 സ്റ്റേജസും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടില്ല. ഭാഗ്യവതി, അതിൽ കൂടെ ഒന്ന് കടന്നു പോകാതെ നിൽക്കുകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് നേഹ നന്നായിട്ട് പാട്ട് പാടും, അങ്ങനെ ഒരുപാട് ഹൃദയങ്ങൾ സ്റ്റീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞ് ഡാൻസ് ചെയ്യിപ്പിക്കുകയാണോ രഞ്ജിത്തിനെ കൊണ്ട്, അതോ പാട്ട് ഇട്ട് രഞ്ജിത്ത് ഡാൻസ് ചെയ്യുകയാണ്? ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? എങ്ങനെയാണ്? രണ്ടാണേലും ഡാൻസ് ഉണ്ട്, പാട്ടിട്ട് ഡാൻസ് ചെയ്താലോ? രണ്ടുപേരും പാട്ടിടുമ്പോൾ രണ്ടുപേരും ഡാൻസ് ചെയ്യണം. നമ്മൾ ആലപ്പുഴ മുല്ലക്കൽ എന്ന് പറയുന്ന പാട്ടും അതിൻ്റെ സ്റ്റെപ്സുമാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ സൈഡിലോട്ട് മാറിയിരുന്നോളാം. ആ പാട്ടൊന്നിടാവോ? ആദ്യം എല്ലാവരോടും ഒരു നന്ദി പറയാനുണ്ട്. എല്ലാവരും സമയമെടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾക്കൊരു പാട്ട് എന്തായാലും പാടണമല്ലോ.
അടൈമഴை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ഒരു പോർവൈക്കുൾ ഇരു തൂക്കം കുളു കുളു പൊയ്കൾ സളിയണങ്ങി വെൽവാൻ അത് തിരുന്തും കൂട അൻപേ മനമതേക എതിർപ്പാർക്കും എങ്കേയും പോകാമൽ ദിനം വീട്ടിലേ வேண்டும் சில சமயம் விளையாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்சனுக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுருங்கா என் ஜென்மங்களில் ஏக்கங்கள் தேடினான். ഭയങ്കര അതങ്ങനെ പറഞ്ഞാൽ ശരിയാവും, ഞാൻ പാടാം. പക്ഷേ ചെറിയൊരു പനിയുണ്ട്, അപ്പോൾ തൊണ്ടവേദന. ഇന്ന് രാവിലെ റെക്കോർഡിങ്ങിന് പോയിട്ട് വിമലും ഞാനും കൂടി കുറച്ച് നേരം ട്രൈ ചെയ്തിട്ട് പറ്റിയില്ല. അപ്പോൾ നാളെ രാത്രി റെക്കോർഡിങ് വെച്ചിരിക്കുക. ആക്ച്വലി റെക്കോർഡിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാഹചര്യം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്നെ ഒന്ന് വിളിയോട് വിളി. ചെറിയൊരു പനി കിട്ടി. ട്രൈ. നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു പാട്ടായിരിക്കും. ഞാൻ ശ്രമിക്കാം. പാടി കോളാക്കിയാൽ തെറി പറയരുത്. ഞാൻ തന്നെ എഴുതിയൊരു പാട്ടാണ്. എന്നിലെ ഇഷ്കിന്റെ നൂറേ ആരും കാണാവൊളിയും നീയേ എൻ്റെ കിതാബിലെ പെണ്ണേ, എൻ്റെ കിതാബിലെ പെണ്ണേ, എന്നിലെ അല്ലിനാൽ പടച്ച പെണ്ണേ, മുഖത്തെ മണ്ണിലായി പിറന്ന പെണ്ണേ, എന്നിലെ റൂഹിന്റെ പകുതിയല്ലേ, എന്നിലെ നൂറായി നിറഞ്ഞതല്ലേ, എന്നിലെ വെളിച്ചവും നീയേ, മുത്തായി നീ മിന്നണ മാലയല്ലേ, എന്നിലെ ഇഷ്കിന്റെ നൂറേ ആരും കാണാവൊളിയും നീയേ, എൻ്റെ കിതാബിലെ പെണ്ണേ, എൻ്റെ കിതാബിലെ പെണ്ണേ. ഇതാണോ അടഞ്ഞ തൊണ്ട കൊണ്ട് പാടിയത്? ഓക്കെ, അദ്ദേഹം തന്നെയാണ് സിനിമയിൽ അത് പാടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വന്നപ്പോൾ തൊട്ട് ഞാൻ ചോദിക്കുന്നത് പാട്ട് പാടുന്നില്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരെണ്ണമാണത്. ഇനി ഞാൻ സ്റ്റേജിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാൾ വിളിക്കാൻ പോവാണ്. ഇപ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ സിനിമകൾക്കൊരു പ്രത്യേകതയുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കുന്നൊരു ഭാഗ്യം, അത് വിജയ് ബാബുവിൻ്റെ ഭാഗ്യമാണോ അതോ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സെലക്ഷനാണോ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലെ കഴിവാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ മിനിമം ഗ്യാരണ്ടി സിനിമകൾ നമുക്ക് തരുന്ന ഒരാൾ ഒരു ഫേമാണ്, ശരിക്കും ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഫ്രൈഡേ ഫിലിം ഹൗസ്. ഇതുപോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ പറയുന്ന ചില പേരുകളുണ്ട്. അദ്ദേഹം ഏത് ക്യാരക്ടർ എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ ക്യാരക്ടറാണ്. അത് ഇന്ന സിനിമ, ഇന്ന റോള്, വില്ലനാണോ നായകനാണോ അതൊന്നും വിഷയമല്ല. ഒരൊറ്റ സീനിൽ വരുന്ന ഒരാളാണോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏത് സിനിമ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏത് റോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഭദ്രമാണ്. റിവ്യൂ പറയുന്ന എല്ലാവരും പറയും ഇദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയാനില്ല, കാരണം എല്ലാ സിനിമയിലും അദ്ദേഹം അങ്ങനെയാണ് പെർഫോം ചെയ്തത്. ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന ഒരു സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനും ലൈക്ക് എവറി അതർ റോൾ നമ്മൾ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖിക്ക പ്ലീസ്. Thank you for coming. കൽബ്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. എൻ്റെ കൽബിൽ നിന്ന് പറയുകയാണ്, ഞാൻ ഈ നിൽക്കുന്നത് ഒരുപാട് വണ്ടർഫുൾ ടാലൻസിൻ്റെ മുമ്പിലാണ്. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരിൽ പലരുടെയും മുഖം ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞെന്നിരിക്കില്ല, പലരുടെയും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, ചിലരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവരെല്ലാവരും
ആരാണെന്ന് നിങ്ങൾ മനസ്സിലാവും, ഇവരുടെ കഴിവെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും വണ്ടർഫുൾ ടാലൻസിനോടൊപ്പമാണ് ഞാൻ ഈ ഖൽബ് എന്ന് പറയുന്ന ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതായത് ഒരുപാട് സന്തോഷം, നിറഞ്ഞ സന്തോഷത്തോടെ മനസ്സോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപാട് കാലമായി നമ്മളൊരു ലവ് സ്റ്റോറി, അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലവ് സ്റ്റോറി നമ്മൾ മലയാളത്തിൽ കണ്ടിട്ട് ഒരുപാട് നാളായി. ആ വിഷമം തീർക്കാനുള്ളൊരു സിനിമയാണ് ഖൽബ് എന്ന് പറയുന്നത്. ഒരു പ്രണയകഥ തന്നെയാണ്. ഈ സിനിമ കണ്ടിട്ട് കണ്ണ് നിറയാതെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അത്രയും ഹൃദയഹാരിയായ ഒരു പ്രണയകഥയാണ് സാജിദ് ഈ സിനിമയിലൂടെ പറയുന്നത്. പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. തിരഞ്ഞെടുത്ത ഒരു പ്രോജക്റ്റ് പോലും പാഴായി പോയിട്ടില്ല. ഏറ്റവും സൂക്ഷ്മതയോടുകൂടി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ വളരെ പ്രഗത്ഭനാണ് വിജയ് ബാബു. വിജയ് ബാബുവിൻ്റെ വണ്ടർഫുൾ സെലക്ഷനാണ്. സാജിദിൻ്റെ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനുമാണ്. ഒരുപാട് നല്ല പാട്ടുകളുള്ള, നല്ല പ്രണയരംഗങ്ങളുള്ള, നല്ല ഫൈറ്റ് സീക്വൻസസ് ഉള്ള ഒരു സിനിമയിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ സിനിമയുടെ വൻ വിജയം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നേരെന്ന സിനിമയെ നെഞ്ചിലേറ്റിയ പോലെ ഈ സിനിമയും നിങ്ങൾ നെഞ്ചിലേറ്റുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഞാനിനി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് വിജയ് ബാബു, സാജിദ് യഹിയ, എഡിറ്റർ അമൽ ആൻഡ് ഓൾ ദി ക്രൂ. ഈ ഒരു സിനിമയുടെ എൻറ്റയർ സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഞങ്ങളിപ്പോൾ കണ്ടിരുന്നു എനിമീസ് ഇൻ റിയൽ, ഫ്രണ്ട്സ് ഇൻ റിയൽ എന്ന് പറഞ്ഞൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കൂടെ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക കെമിസ്ട്രി, ഒരു പ്രത്യേക സ്നേഹമുണ്ടോ? പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അത് രാവണപ്രഭു തൊട്ട് തുടങ്ങിയതല്ലേ. അപ്പം അതിനു മുമ്പ് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്. മോഹൻലാലും ഞാനും കൂടെ ഇങ്ങനെ വന്നത്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിൽ പൊതുവെ ആളുകൾക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ അത് റീലിൽ മാത്രമേ ഉള്ളൂ. റിയലിൽ എല്ലാവർക്കും അറിയാമല്ലോ, അത്ര അടുത്ത സുഹൃത്താണ്. മോതിരം വരെ ഉരുത്തരുന്ന ആളാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം. അത് പ്രത്യേക സന്തോഷമാണ്. അത് ഈ പുതുവത്സരത്തിൽ ലാൽ എനിക്ക് അയച്ച ഫോട്ടോ ആണത്. അത് ആ സിനിമയിലെ ഫോട്ടോ അല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അറിയാതെ എടുത്തൊരു കാൻഡിഡ് പിക്കാണ്. അത് ഇന്ന് എനിക്ക് ലാൽ അയച്ചു എന്നാണ്. അപ്പോൾ അതാണ് ഞാനങ്ങനെ FBയിൽ അത് പോസ്റ്റ് ചെയ്തത്. അതിനും വലിയ സ്വീകരണം തന്നെയാണ്. ഒരുപാട് സന്തോഷം. സിദ്ദിഖിക്ക, ഓൾ ദി ബെസ്റ്റ്. ഇതുവരെ താങ്കൾ തൊട്ട എല്ലാ ക്യാരക്ടേഴ്സും പോലെ തന്നെ ഇതും അതിമനോ